ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന് ഇന്ന് തുടക്കം. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ തൃശൂരിൽ അന്തരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു. 92ാം ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ശബരിമലയിൽ കാനനപാത വഴിയുള്ള യാത്രയ്ക്ക് പ്രത്യേക പാസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. വാർത്തകൾ വിശദമായി. വയനാട് മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. സ്ഥലം ഏറ്റെടുക്കുന്നതിന്റെ വിശദാംശങ്ങൾ, ടൌൺഷിപ്പിന്റെയും വീടുകളുടെയും പ്ലാൻ എന്നിവ യോഗത്തെ അറിയിക്കുമെന്നാണ് സൂചന. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന് സംസ്ഥാനത്ത് തുടക്കമാകും. മന്ത്രി എം ബി രാജേഷ് പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. റോഡുകളിൽ മാലിന്യം വലിച്ചെറിയുന്നത് തടയാൻ തദ്ദേശ സ്ഥാപനങ്ങൾ പൊതുബിന്നുകൾ കൂടുതലായി സ്ഥാപിക്കും. വാരാചരണത്തിന്റെ ഭാഗമായി എല്ലാ ജംഗ്ഷനിലും ഈ മാസം 20-നകം ജനകീയ സമിതികൾ രൂപീകരിക്കും. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെ 10:30-ന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജാംദർ അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇന്ന് വൈകുന്നേരം എത്തുന്ന നിയുക്ത ഗവർണറെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, സ്പീക്കർ എൻ ഷംസീർ, മന്ത്രിമാർ തുടങ്ങിയവർ ചേർന്ന് സ്വീകരിക്കും. പുത്തൻ പ്രതീക്ഷകളുടെ 2025 പുതുവർഷത്തെ ആഘോഷ ആരവങ്ങളോടെയാണ് ലോകം വരവേറ്റത്. സംസ്ഥാനത്തെ ഒട്ടുമിക്ക വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പുതുവർഷത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചു. സുരക്ഷ ശക്തമാക്കാൻ കൂടുതൽ പോലീസ് സേനയെയും വിന്യസിച്ചിരുന്നു. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ ജനങ്ങൾക്ക് പുതുവത്സരാശംസകൾ നേർന്നു. പുതുവർഷാഘോഷത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ ഡ്രൈവിംഗ് ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ച്, തലശ്ശേരി കടപ്പുറം എന്നിവിടങ്ങളിലും മലയോര വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ പാലക്കയം തട്ട്, ഏഴരക്കുണ്ട് എന്നിവിടങ്ങളിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇക്കോ ടൂറിസം മേഖലയായ വെള്ളിക്കീലിന്റെ സമഗ്ര വികസനത്തിനായി 8 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കുന്നത്. മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിൽ 250 കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 92ാം ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. മഹാസമാധി മന്ദിരത്തിൽ ഗുരുദേവ പ്രതിമ പ്രതിഷ്ഠാ വാർഷിക പരിപാടികൾ പുരോഗമിക്കുകയാണ്. വൈകിട്ട് 5-ന് നടക്കുന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ 148ാം ജയന്തി ആഘോഷങ്ങൾക്ക് തുടക്കം. പെരുന്ന NSS ആസ്ഥാനത്ത് ഇന്നും നാളെയുമായാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. മന്നം നഗറിൽ നടന്ന അഖില കേരള നായർ പ്രതിനിധി സമ്മേളനത്തിൽ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സംഘടനയുടെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭത്തിന് രാജ്യത്ത് തുടക്കമായി. ഇതിന്റെ ഭാഗമായി വിവിധ സർവകലാശാലകൾ, IITകൾ ഉൾപ്പെടെ സർക്കാർ ധനസഹായം നൽകുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ 1.8 കോടിയിലേറെ വിദ്യാർത്ഥികൾക്ക് ലോകമെമ്പാടുമുള്ള ഒന്നാം നിര ജേണലുകളിലെ ഗവേഷണ ലേഖനങ്ങൾ ഉൾപ്പെടെയുള്ളവ പഠനത്തിനായി ലഭ്യമാകും. കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ വീണ് തലയ്ക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന തൃക്കാക്കര MLA ഉമാ തോമസിന്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയെന്ന് ഡോക്ടർമാർ. കഴിഞ്ഞ ദിവസത്തേക്കാൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യം ആലോചിച്ച് തീരുമാനിക്കുമെന്നും ഡോക്ടർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ കെ എസ് മണിലാൽ തൃശൂരിൽ അന്തരിച്ചു. അദ്ദേഹത്തിന്റെ നിരന്തര പരിശ്രമമാണ് 2003-ൽ ഹോർത്തൂസ് മലബാറിക്കൂസിന്റെ ഇംഗ്ലീഷ് പതിപ്പിന്റെയും 2008-ൽ മലയാളം പതിപ്പിന്റെയും പ്രസിദ്ധീകരണത്തിലേക്ക് നയിച്ചത്. 2012-ൽ നെതർലൻഡ്സിന്റെ ഉന്നത സിവിലിയൻ പുരസ്കാരവും 2020-ൽ പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്.
കാനനപാത വഴി വരുന്ന അയ്യപ്പ ഭക്തർക്ക് മുക്കുഴിയിൽ പ്രത്യേക പാസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. തിരുവാഭരണ ഘോഷയാത്ര ഈ മാസം 12-ന് പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് പുറപ്പെടും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. പമ്പയിലൂടെ വെർച്വൽ ക്യൂ, സ്പോട്ട് ബുക്കിംഗ് എന്നിവ വഴി വരുന്ന അയ്യപ്പ ഭക്തർ ദർശനം കിട്ടാതെ മണിക്കൂറുകൾ കാത്തുനിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് കാനനപാത വഴി കാൽനടയായി വരുന്ന അയ്യപ്പ ഭക്തർക്ക് മുക്കുഴിയിൽ വെച്ച് പ്രത്യേക പാസ് നൽകുന്നത് താത്കാലികമായി നിർത്തിവച്ചിരിക്കുന്നത്. ജനുവരി 14-ന് മകരവിളക്ക് നടക്കുന്നതിന് മുന്നോടിയായി 12-ന് പന്തളത്ത് നിന്നും ശബരിമലയിലേക്ക് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും. 19-ന് രാത്രി വരെ തീർത്ഥാടകർക്ക് ദർശനം നടത്താം. 20-ന് നടയടയ്ക്കും. കോട്ടയം കണമല അട്ടിവളവിൽ ശബരിമല തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശികൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. 8 പേർക്ക് പരിക്കേറ്റു. അട്ടിവളവിൽ ഇറങ്ങുമ്പോൾ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ജീവനക്കാരനായ മനോജ് എം പെട്ടെന്നുണ്ടായ അസുഖം നിമിത്തം നിര്യാതനായി. സംസ്കാര ചടങ്ങുകൾ സ്വദേശമായ കായംകുളത്ത് വീട്ടുവളപ്പിൽ നടക്കും. മലയോര ജില്ലയായ ഇടുക്കിയിൽ ചാകര അത്ര സുപരിചിതമല്ല. ഇടുക്കിക്കാർക്ക് ഇത് കേട്ടുകേൾവി മാത്രം. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി കല്ലാർകുട്ടിയിൽ എത്തിയവർ കണ്ടത് മത്സ്യങ്ങളുടെ ചാകരയാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. കടലും കായലും ഒന്നുമില്ലാത്ത ഇടുക്കിക്കാർക്ക് ചാകര അത്ര സുപരിചിതമല്ല. പുഴകളിലും തോടുകളിലുമൊക്കെ മീൻ പിടിച്ചാണ് ഹൈറേഞ്ചുകാർക്ക് ശീലം. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ കല്ലാർകുട്ടിയിൽ ചാകരക്കാലമാണ്. അറ്റകുറ്റപ്പണികൾക്കായി കല്ലാർകുട്ടി അണക്കെട്ട് പൂർണ്ണമായി വറ്റിച്ചതോടെയാണ് ഇവിടെ പ്രദേശവാസികൾ മീൻപിടുത്തം തകൃതിയാക്കിയിട്ടുള്ളത്. വലിപ്പവും തൂക്കവുമുള്ള മീനുകൾ കൈനിറയെ കിട്ടിയതിന്റെ സന്തോഷത്തിലായിരുന്നു എല്ലാവരും. കല്ലാർകുട്ടിക്ക് പുറമെ അടിമാലി, വെള്ളത്തൂവൽ, കഞ്ഞിക്കുഴി, ബൈസൺവാലി തുടങ്ങി സമീപ ഇടങ്ങളിൽ നിന്നൊക്കെയും ഒരു കൈ നോക്കാൻ ആളുകളെത്തിയിരുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75-ാം വാർഷികാഘോഷത്തിനോടനുബന്ധിച്ച് രംഗദീപ്തി നാടകസന്ധ്യ സംഘടിപ്പിക്കുന്നു. ശനിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തിരുവനന്തപുരം വിതുര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. കഴിഞ്ഞ വർഷത്തെ കേരള സംഗീത നാടക അക്കാദമിയുടെ പുരസ്കാരം ലഭിച്ച ശാന്തം എന്ന നാടകമാണ് അവതരിപ്പിക്കുന്നത്. ഈ നാടകത്തിന്റെ റേഡിയോ ആവിഷ്കാരം ഈ മാസം 16-ന് രാത്രി 9:30-ന് ആകാശവാണിയുടെ കേരള നിലയങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസ് അടുത്ത മാസം 17-ലേക്ക് മാറ്റി. കുറ്റപത്രം വായിക്കുന്നതിന് മുന്നോടിയായുള്ള പ്രാഥമിക വാദം കേൾക്കുന്നതിനാണ് കേസ് പരിഗണിക്കുന്നത്. 2016 ഏപ്രിലിലായിരുന്നു 110 പേർ മരിച്ച പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തം നടന്നത്. തിരുവനന്തപുരം ആമയിഴഞ്ചൻ തോട്ടിൽ റെയിൽവേ മാലിന്യ നിക്ഷേപം തുടരുന്നതായി മേയർ ആര്യ രാജേന്ദ്രൻ. നവംബറിൽ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ 10 ലോഡോളം മാലിന്യം റെയിൽവേ നിക്ഷേപിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇതു സംബന്ധിച്ച് വിശദീകരണം നൽകാൻ റെയിൽവേക്ക് നോട്ടീസ് നൽകിയതായും മേയർ അറിയിച്ചു. 78ാമത് സന്തോഷ് ട്രോഫി കിരീടം ചൂടി പശ്ചിമബംഗാൾ. തെലങ്കാനയിലെ ഗച്ചിബൌളി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ കേരളത്തെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് ബംഗാളിന്റെ ജയം. അധിക സമയത്ത് റോബി ഹൻസദയാണ് ബംഗാളിനായി വിജയ ഗോൾ നേടിയത്. സന്തോഷ് ട്രോഫി ചരിത്രത്തിൽ 47ാം ഫൈനൽ കളിച്ച ബംഗാളിന്റെ 33ാം കിരീട നേട്ടമാണിത്. കണ്ണൂരിൽ ദേശീയ സീനിയർ പുരുഷ വനിതാ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ പുരോഗമിക്കുന്നു. ഇന്ന് വനിതാ വിഭാഗം ഫോയിൽ, വനിതാ വിഭാഗം സാബർ, പുരുഷ വിഭാഗം എപ്പെ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. രാജ്യത്തുടനീളമുള്ള 700ഓളം കായിക താരങ്ങളാണ് ഇത്തവണ ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരം പൊന്മുടിയിൽ ഇന്നലെ രാത്രിയുണ്ടായ ശക്തമായ കാറ്റിനെ തുടർന്ന് മരങ്ങൾ കടപുഴകി വീണു. സ്ഥലത്ത് ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയെത്തി മരങ്ങൾ മുറിച്ചു നീക്കി. ബോണക്കാട്, കല്ലാർ, മൊട്ടമൂട് ആദിവാസി മേഖലകളിലും മരം വീണ് നാശനഷ്ടമുണ്ടായി. കാണാതായ കോഴിക്കോട് എരഞ്ഞിക്കൽ സ്വദേശിയായ സൈനികൻ വിഷ്ണുവിനെ ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് നാട്ടിൽ നിന്ന് മാറി നിന്നതെന്ന് അദ്ദേഹം മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചു. പൂനെയിലെ ആർമി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അവധിയെടുത്ത് നാട്ടിലേക്ക് പുറപ്പെട്ട ശേഷമാണ് ഇദ്ദേഹത്തെ കാണാതായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട് ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. മാലിന്യം വലിച്ചെറിയുന്ന ശീലം ഉപേക്ഷിക്കുക എന്ന ലക്ഷ്യവുമായി സംസ്ഥാനത്ത് വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന് ഇന്ന് തുടക്കം. സസ്യശാസ്ത്രജ്ഞനും പത്മശ്രീ ജേതാവുമായ ഡോക്ടർ KS മണിലാൽ തൃശൂരിൽ അന്തരിച്ചു. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഒരു രാജ്യം ഒരു സബ്സ്ക്രിപ്ഷൻ സംരംഭത്തിന് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു. 92ാം ശിവഗിരി തീർത്ഥാടനത്തിന് ഇന്ന് സമാപനം. ശബരിമലയിൽ കാനനപാത വഴിയുള്ള യാത്രയ്ക്ക് പ്രത്യേക പാസ് നൽകുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു.
പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.